കർത്താവ് പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങളെന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം 3 വ്യക്തിത്വങ്ങളിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തെയാണ്. പിതാവാം ദൈവം, പുത്രനായി വെളിപ്പെട്ട ദൈവം, പരിശുദ്ധാത്മാവായി പ്രവർത്തിക്കുന്ന ദൈവം. അങ്ങനെ 3 വ്യക്തിത്വങ്ങളിൽ വെളിപ്പെടുന്ന ആ വ്യക്തിത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങൾ 3 പേരും ചേർന്ന് അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കൂടെ വാസം ചെയ്യും. കർത്താവ് നമ്മിൽ വാസം ചെയ്യണമോ? എന്തു വേണം? ആ വചനം അനുസരിക്കണം, വചനം ജീവിതത്തിൽ വേണം, വചനം പ്രമാണിക്കണം, വചനം ധ്യാനിക്കണം, വചനം കേൾക്കണം, വചനം പഠിക്കണം. എങ്കിൽ അവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വാസം ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് അവൻ വളർന്നു വരും.